കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. അനിയുടെയും അനാമികയുടെയും കല്യാണത്തിന്റെ തലേ രാത്രി നന്ദു ഉറങ്ങാൻ കിടന്നിട്ട് നന്ദുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. ഈ സമയം നന്ദുവിന്റെ മനസ്സിൽ കൂടെ പലവിധ ചിന്തകളൊക്കെ കടന്നു പോവാണ്. പിന്നീട് നന്ദുവിന്റെ മനസ്സിലേക്ക് നന്ദുവിന്റെ മനസാക്ഷി വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ്. ഒരുപക്ഷെ എനിക്ക് 2 വിവാഹം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഒന്ന് വാഴക്കല്യാണം നടത്തിയാലും ഒരു പക്ഷേങ്കില് 2 വിവാഹം ഉണ്ടെങ്കിലോ, അനാമികമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഒരു പക്ഷേങ്കില് നിനക്ക് അനിയെ സ്വന്തമാക്കാൻ പറ്റില്ലേ, 2ാം കല്യാണം ആയിരിക്കും. ഇങ്ങനെ മനസാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോ നന്ദുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു പെട്ടെന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു പക്ഷെ അങ്ങനെ 2 വിവാഹം ഉണ്ടാകുമോ? പുരോഹിതൻ പറഞ്ഞ് ശരിയായിരിക്കോ? അങ്ങനെ 2 വിവാഹം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ തന്നെ സ്വീകരിക്കാനായിട്ട് അനി തയ്യാറാകുമോ? അതൊന്നും ഒരിക്കലും ശരിയാകത്തില്ല. ഇനിയിപ്പൊ 2ാമത്തെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും തനിക്ക് ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം താനാന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞെടുക്കും. അത് വേണ്ട. അത് തന്റെ അമ്മയ്ക്കും ചേച്ചിമാർക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴോർക്കുക വരേണ്ടിയിരുന്നില്ലെന്ന്. ആ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. വീട്ടിലിരിക്കുവായിരുന്നു ഇങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ഓർത്തിട്ട് നന്ദു കിടക്കുവാണ്. പക്ഷെ നന്ദുവിനൊന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുമായിരുന്നില്ല. നാളത്തെ സ്ഥിതിഗതികൾ എന്താവും എന്ന് ഓർത്തിട്ട് നന്ദുവിന് വല്ലാത്ത ടെൻഷനായിരുന്നു. ഈ സമയത്ത് നയന മുറിയിലേക്ക് വരുവാണ്. അപ്പൊ ആദർശ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദർശ ചോദിച്ചല്ല, നീ എന്താ എത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക. എനിക്കവിടെ ഓരോ ജോലികളൊക്കെ ഉണ്ടായിരുന്നു ആദർശേട്ടാന്ന് പറയണം. പിന്നീട് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് കിടക്കുവാണ്. ഈ സമയത്ത് ആദർശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ നയന പെട്ടെന്ന് ചോദിച്ചു, എന്താ ആദർശേട്ടാ, എന്താ ആലോചിക്കണേന്ന് ചോദിക്കുക. ഞാന് അനിയെക്കുറിച്ച് ആലോചിച്ചേ. അനിയെക്കുറിച്ചാ? അതെന്താ എത്രമാത്രം ആലോചിക്കാനായിട്ട്? അല്ല, അവൻ എന്തോ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇടപെടിയുന്ന ഒരു കല്യാണം വേണ്ടായിരുന്നില്ലെന്ന്. കാരണം ഒരു പക്ഷേങ്കില് 2 കല്യാണം ഉണ്ടെന്ന് പുരോഹിതൻ പറയുകയും ചെയ്തില്ലേ. ഇനിയിപ്പൊ അവനെടുത്ത തീരുമാനം ശരിയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഇനിയിപ്പൊ അനിയെടുത്ത തീരുമാനം ശരിയെന്നുകൊണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ലാസ്റ്റ് മുഹൂർത്തത്തില് ഇനിയിപ്പൊ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അനാമികയായിട്ടുള്ള വിവാഹം നടക്കണം. നടന്നില്ലെങ്കിൽ പിന്നെ എന്നാ സംഭവിക്കാൻ പോകുന്ന ആദർശേണ്ണ അറിയാലോ. മുത്തശ്ശനാ വാക്ക് കൊടുത്തിരിക്കുന്നത്. മുത്തശ്ശൻ ഇപ്പോഴും ശരിക്കും ഓക്കെ ആയിട്ട് പോലുമില്ല. ഈ വിവാഹം കൂടെ മുടങ്ങിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനെ സഹിക്കാൻ പറ്റില്ല. എന്തേലും സംഭവിച്ചു പോയാലോ? അതേക്കുറിച്ച് ചിന്തിച്ചോന്ന് ചോദിക്കാം. അതൊക്കെ ശരിയാ. പക്ഷെ എനിക്കറിയത്തില്ല, ഒരു പക്ഷെ നാളെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളെ കുറ്റപ്പെടുത്തോളൂ. അവൻ എന്നോട് വന്ന് കയ്യേക്കാലെ പിടിച്ച് പറഞ്ഞ അവൻ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്. അവന്റെ വിവാഹ ജീവിതം താറുമാറായി പോയാൽ നാളെ അവൻ കുറ്റപ്പെടുത്തും. അവനോട് മറുപടി പറയാനൊന്നും കാണില്ല എന്ന് പറയാം. നായൻ പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഒരു പക്ഷെ അനാമിക വന്നു കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയാം. ആദർശ് പറഞ്ഞു, എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഒരു പക്ഷെ അനാമിക വീട്ടിലേക്ക് കയറി വന്നെങ്കിൽ അനിയെ ഭരിക്കുന്ന ഒരു പെണ്ണാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അവർ തമ്മിലുള്ള ജീവിതം താറുമാറാവും. പക്ഷെ അനിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സുണ്ട്. അതുകൊണ്ട് അവൻ എവിടെയും പിടിച്ചു നിൽക്കേണ്ടവനാ. പക്ഷേങ്കില് അവൻ അനാമിയോട് താല്പര്യമില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളുമായിരിക്കും. ഇപ്പൊ ഞാനും നീയും തന്നെ ഒന്ന് ഓർത്തു വെക്കേ. നിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചേനെ. പക്ഷേങ്കില് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലോ എന്ന് പറയാ. ഇത് കേട്ടോ നയന ചോദിച്ചു, അതെന്താ ആദർശേട്ടാ? ഇപ്പൊ ആദർശോണ്ട് എന്നോട് സ്നേഹമാണോ ചോദിക്കും. ഇത് കേട്ട ആദർശോണ് അത് മനസ്സിലായില്ലേന്ന് ചോദിക്കും. മനസ്സിലാവുന്നൊക്കെ ഉണ്ടെന്ന് പറയാണ്. പക്ഷെ നയന പറഞ്ഞു, എന്നാലും ആദർശാണ് അത് എന്റെ അടുത്ത് പ്രകടിപ്പിക്കുക ഒരു മടി, അതല്ലേ ശരിയെന്ന് ചോദിക്കുക. ഇത് കേട്ട ആദർശ് പറഞ്ഞു, അത്യാവശ്യമൊക്കെ ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനേക്കാളും കൂടുതലായിട്ട് പ്രകടിപ്പിക്കാനൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. ശരി. അല്ല, എനിക്ക് പിന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ വിവാഹത്തിന്റെ സമയത്ത് ഇനി കഴിഞ്ഞ ദിവസത്തെ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സംശയം ഉണ്ടെന്ന് നയന് പറയാം. ഇത് കേട്ട ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഒരു പക്ഷെ ആള് മാറി തട്ടിക്കൊണ്ട് പോയതായിരിക്കും അന്ന് നയനെ. ഇനിയിപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. അത് മാത്രമല്ല, ഇനിയിപ്പം അങ്ങനെ ആരും തട്ടിക്കൊണ്ട് വന്നാൽ പോലും നമ്മളെല്ലാരും ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കണേ? ആരും തട്ടിക്കൊണ്ട് പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. നയന പറഞ്ഞു, എന്താണെങ്കിലും ഈ വിവാഹം നടക്കണം, നടന്നേ മതിയാവുള്ളൂ പറയാം. ആദർശ് അന്ന് നീ അങ്ങനെ പറഞ്ഞു ഉറപ്പിച്ചു പറയണേ. ഒന്നുമില്ലാന്ന് പറയാം. ആദർശനോട് സത്യം തുറന്നു പറയണോ? വേണ്ട, പറഞ്ഞിട്ടുണ്ട് പിന്നെ ആദർശന്റെ മനസ്സിലൊരു കരടായിട്ട് കിടക്കും. നന്ദുവിനെ ചിലപ്പോൾ ആ കണ്ണും കൊണ്ടേ കാണത്തുള്ളൂ. വേണ്ട, എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ പോവാണ്. ഈ സമയത്ത് താൻ ഈ കാര്യം പറഞ്ഞ ആദർശന്റെ മനസ്സിനെ കൊണ്ട് വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി നന്ദുവായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അതൊരിക്കലും നടക്കാൻ പാടില്ല. നന്ദു കൂടെ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവുന്ന കാര്യമില്ല. വേണ്ട, അതുകൊണ്ട് പറയണ്ട. അങ്ങനെ ഓർത്തിട്ട് നയന ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കിടന്നു. രാവിലെ എഴുന്നേക്കമുള്ളതല്ലെന്ന് പറയാണ്. ഈ സമയം ജാനകി അജയന്റെ അടുത്തിരിക്കുകയാണ്.
ജാനയുടെ ടെൻഷൻ കണ്ടപ്പോൾ അജയൻ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേന്ന് ചോദിക്കാം. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പറയാണ്. എന്ത് കാര്യം നടന്നാ? ദേ എപ്പ ഞാൻ നോക്കിയാലും ആ അനിയുടെ ഒപ്പം കാണുക നന്ദു, അവൾ ഇങ്ങനെ മുട്ടി മുട്ടി ഇന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാം. എന്ത് ചെയ്യാനാ, എനിക്ക് ആ പടം പെരുത്ത് കയറുന്നുണ്ട്. പിന്നെ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ. ഇറക്കി വിട്ടണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ചോദിക്കില്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നതാന്ന് പറയാം. അജയൻ പറഞ്ഞു, നീ എന്തിനാ അങ്ങനത്തെ ആ ഒരു കണ്ണും കൊണ്ട് നോക്കുന്നേ? അവർ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ കാണുള്ളൂ, നീ ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് ജാനകി പറഞ്ഞു, പിന്നെ ഫ്രണ്ട്ഷിപ്പ് പോലും അതെ, എനിക്ക് ഇതിനു മുമ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു കൂട്ടുണ്ടായിരുന്നേ. അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ആ നന്ദു എന്ന് പറയുന്ന ഒരുത്തി വന്നതിന് ശേഷം അവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇന്ന് വരെ ഒരു പെൺകുട്ടിനെ പ്രണയിക്കോ ഏതെങ്കിലും പെൺകുട്ടിയെ പുറകെ പോകാത്ത ഒരുത്തനാ ഇപ്പൊ കണ്ടില്ലേ അവളുടെ പുറകെ പോയത്. എന്ത് ചെയ്യാനാ, ആ വീട്ടിലുള്ള 3 അങ്ങനെയാ, ആ കനക വളർത്തി വെച്ചിരിക്കുന്ന അങ്ങനെയാന്ന് പറയണം. അജയൻ പറഞ്ഞു, ദേ നീ വൃത്തിയോട് പറയല്ലേ കേട്ടോ ജാനകി എന്ന് പറയാം. അതും നയനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കുറിച്ച്. പിന്നെ അവള് നമ്മുടെ എല്ലാം മുന്നിൽ അഭിനയിക്കുമല്ലേ നല്ലവളാന്ന്. അതൊന്നും അല്ല അജയേട്ടാ സത്യം, അവള് ശരിക്കും പെരും കള്ളിയാന്ന് പറയാം. ദേ നീ വേണ്ടാത്ത വർത്താനൊന്നും പറയില്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞാലെന്താ തെറ്റ്? നവ്യാണെങ്കിലെല്ലാം എടുത്തടിച്ച പോലെ പറയും. പക്ഷെ അവളങ്ങനെയല്ല, മറ്റോള് മനസ്സ് വെച്ചെല്ലാം പെരുമാറുകയോ ചെയ്യുന്നേ. അവളുടെ മനസ്സിലെ ആഗ്രഹം മിക്കവാറും നന്ദു ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നായിരിക്കും. നാളെ ഒരു ദിവസം അവിടെ കഴിഞ്ഞാലോ എനിക്ക് സമാധാനത്തിലൊന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ല, എനിക്കിപ്പോഴും ടെൻഷനാ. കിടന്നാൽ പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഒരു മുറി നന്ദുണ്ട്, മറ്റേ മുറി അനിയുമുണ്ട്. ദൈവമേ, രാത്രി വേണ്ടാത്ത ചിന്തകളൊന്നും അവർക്ക് തോന്നാതിരുന്നാൽ മതിയായിരുന്നു. പറയാൻ പറ്റില്ല, കനകയല്ലേ ആള്. മിക്കവാറും അനിയെ കറക്കിയെടുത്തും പോകാനും ചാൻസ് എന്ന് പറയാം. ദേ നിന്റെ മനസ്സിൽ ഈ വൃത്തികെട്ട ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കുക ജാനകി. നീ കുറച്ചുകൂടി ഒരു പക്വതയോടെ ഒന്നുമല്ലേ, നിനക്ക് ഇത്ര വയസ്സും പ്രായമൊക്കെ ആയില്ലെന്ന് വെക്കും. അതെ, അജയേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനേ അനിയുടെ അമ്മയാ, പെറ്റ വയറിന്റെ വിഷമം അറിയത്തുള്ളൂ എന്ന് പറയാം. അതിനിവിടെ എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞേ? അവർ തമ്മിൽ സംസാരിച്ചു നിർത്താൻ ആകാശം ഇടിഞ്ഞു പോഴുവോ? മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടല്ലോ. നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അച്ഛന്റെ ആരോഗ്യസ്ഥിതികൾ അറിയാലോ. എന്തെങ്കിലും ഒരു കല്യാണ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ നിന്റെ ഒന്ന് അടക്കി പിടിച്ചിരുന്നാൽ മതി. ഇനി അനാമികയോട്ടുള്ള വിവാഹമൊക്കെ നടന്നോളും. അതിന്റെ ഇടയ്ക്കേക്ക് ഇടങ്കോലിടാനായിട്ട് ആരും വരില്ല എന്ന് പറയാം. ഈ സമയം ജാനകി പറഞ്ഞു, എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് നന്ദുവിന്റെ ആൾക്കാരെങ്ങാനും നാളെ വരുവോ? ഇനിയിപ്പൊ നാളെ വന്നിട്ടെങ്ങാനും അനാമികനെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമോന്നൊക്കെ. ഈ കല്യാണം മുടക്കാന്ന് പറഞ്ഞാൽ അവളുടെ ലക്ഷ്യമല്ലേ. എനിക്ക് മാത്രമല്ല അനിയെ കിട്ടുവോളെന്ന് ചോദിക്കാം. ദേ വെറുതെ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കണ്ട, നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് അജയൻ എന്ത് ചെയ്യാ, എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് കിടക്കുവാണ്. പക്ഷെ ജാനകിക്ക് കിടക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഇന്നത്തെ ഒരു രാത്രിയോടെ കഴിഞ്ഞാൽ ആ സ്വസ്ഥതയോടെ സമാധാനത്തോടും പറ്റി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ആ ഒരു ചിന്തയായിരുന്നു ജാനകിയുടെ ഉള്ളില്. ഈ സമയത്ത് അനാമിക കിടക്കാനായിട്ട് അങ്ങ് പോയി. അനിയെ ഒന്ന് വിളിച്ചാലോ, ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കാം എന്നോർത്ത് അനിയെ വിളിക്കുവാണ്. അനിക്ക് ഓരോടുത്തു, എന്താ അനിയമ്മ നീ ഉറങ്ങിയില്ലേ നിൽക്കും. ഉറങ്ങിയില്ല, ഇന്നൊരു രാത്രിയും കൂടെ അല്ലേ ഇവിടെ ഉള്ളൂ, നാളെ ഞാൻ അവിടെയാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കിടക്കുമായിരുന്നു. ഒരു രാത്രികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അനിയുടേതായിട്ട് മാറുമല്ലേന്ന് ചോദിക്കാം. ഈ സമയം അനിയൊന്നും മിണ്ടിയില്ല. നീ എന്താ അനിയൊന്നും മിണ്ടാത്തെ? ഇപ്പോഴും നിനക്ക് എന്നോട് താല്പര്യമില്ലേന്ന് നിൽക്കും. അതൊന്നും ഇല്ലാന്ന് പറയാം. പിന്നെ എല്ലാരും കിടന്നോന്ന് ചോദിക്കും. എല്ലാരും കിടന്നെന്ന് തോന്നുന്നത്. രാവിലെ എല്ലാവർക്കും എഴുന്നേക്കണ്ടല്ലേന്ന് ചോദിക്കാം. പിന്നീട് അനാമിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോയി ഉറങ്ങാൻ നോക്ക് എന്ന് പറയണം. അതെന്താ നിനക്ക് ഇത്ര ധൃതി ഫോൺ വെക്കാനായിട്ട്? ഒന്നുമില്ല, രാവിലെ എഴുന്നേക്കൊണ്ടാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം. ഈ സമയത്ത് അനാമികയുടെ ഉള്ളിലേക്ക് ചില ടെൻഷനൊക്കെ വന്നു. നാളെ കല്യാണം കഴിഞ്ഞാലും ഇനി സമാധാനമാവുള്ളൂ. ഒരുപക്ഷെ നന്ദു അവിടെ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിക്കാം. പക്ഷേങ്കില് അവള് തന്നെ ഉപേന്ദ്രന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചതാണ്. അതുകൊണ്ട് മിക്കവാറും ഇനിയിപ്പോ അവളെ ഇടങ്കോലിട്ട് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ ആ ഉപേന്ദ്രന്റെ ആൾക്കാരെങ്ങാനും വന്നാ ഒരു കാരണവശാലും അനിയായിട്ടുള്ള വിവാഹം മുടങ്ങല്. ഇനിയിപ്പോ ഉപേന്ദ്രന്റെ ആൾക്കാർ വന്നാലും താൻ പറയും അത് നന്ദുവിന്റെ വേലയാന്നാ പറയുള്ളൂ. എനിക്ക് മാത്രം തനിക്ക് അനന്തപുരി കയറാൻ പറ്റുള്ളൂ. തന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെ അവിടെ കയറി പറ്റണം. ഇത്രയും കാലം അച്ഛനുണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ വീട്ടണമെങ്കിൽ അവിടെ കയറി പറ്റിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ചില ദൃഢനിശ്ചയങ്ങളൊക്കെ എടുത്തിട്ടാണ് അനാമിക കിടന്നുറങ്ങാൻ കിടന്നേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അനാമിക എഴുന്നേക്കാണ്. ഈ സമയം രേവതി പറഞ്ഞു, മോളെ റെഡിയാകാനായിട്ട് ഇതേ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അനാമിക കുളിച്ചൊരുങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ബ്യൂട്ടീഷ്യൻ വന്ന് അവളെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയം രേവതി വന്നിട്ട് പറഞ്ഞു, മോളെ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ഞങ്ങൾ അറിയാതെ പുറത്തു പോവുകയും ചെയ്യരുത്. ഇവിടെ നിറങ്ങിയ നേരെ മണ്ഡപം അറിയാലോ. നീ ആ ഉപേന്ദ്രന്റെ ആൾക്കാരെങ്ങാനും ഉണ്ടെങ്കിൽ അവന്മാരെന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരാന്ന് പറയണം.
അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഉപേന്ദ്രന്റെ ആൾക്കാർ വരാനൊന്നും പോകുന്നില്ല. വന്നാൽ പോലും നന്ദു അവിടെ ഉണ്ടല്ലോ. നന്ദുവിന് അവന്മാരെ കണ്ടാൽ മനസ്സിലാവും. നന്ദു ഉറപ്പായിട്ട് അവന്മാരെ കൈകാര്യം ചെയ്തോളെന്ന് പറയാം. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ കല്യാണം നടക്കേണ്ടത് ഇനിയിപ്പം നന്ദുവിന്റെ ആവശ്യം കൂടെ അല്ലേ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ അവരെ തുരുത്തിക്കോളെന്ന് പറയാം. ഈ സമയം രേവതി പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റൂല. നന്ദു ചിലപ്പോൾ ആ സമയത്ത് കാര്യമായിട്ടുണ്ടെങ്കിൽ തീർന്നു. അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെങ്കിൽ അറിയാലോ നിനക്ക് പിന്നെ എന്താ സംഭവിക്കാൻ വന്ന്. ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതെനിക്ക് അറിയാമേ. അതുകൊണ്ടല്ല ഞാൻ നേരത്തെ ജാനകി ആന്റിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അതുകൊണ്ട് നന്ദുവിന്റെ മേലെ എപ്പോഴും ആന്റിക്ക് ഒരു കണ്ണുണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ടെന്ന് പറയാം. ഈ സമയം അനിയുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വന്നു. അനിയുടെ ഫ്രണ്ട്സ് വന്നിട്ട് ജാഹാ കല്യാണ ചെറുക്കിൽ ഇങ്ങനെ നിൽക്കുവാണോ, റെഡിയാവണ്ടെന്ന് ചോദിക്കും. ഈ സമയം ആദർശം വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളൊക്കെയല്ലേ റെഡിയാക്കാനായിട്ട് ഏറ്റ ആൾക്കാരെ. ഇതേ അനിയനെ പെട്ടെന്ന് റെഡിയാക്കാൻ പറയണം. അതൊക്കെ ഞങ്ങൾ ഏറ്റ ആദർശേട്ടാന്ന് പറഞ്ഞിട്ട് അനിയെ വിളിച്ചോണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു മുറിയിലിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് നയന വരുന്നത്. നയന വന്നിട്ട് ചോദിച്ചു, നീ എന്താ മോളെ ഇതിലേട്ട് റെഡി ആയില്ലെന്ന് ചോദിക്കാം. ഞാൻ പിന്നെ റെഡി ആയിക്കോളാം. ആ എന്താ മോളെ? അല്ല ഞാൻ പതുക്കെ വന്നോളാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ നേരത്തെ റെഡി ആയിട്ട് വരണോട്ടോ. അറിയാലോ നീ ഇങ്ങനോട് മാറി നിൽക്കുന്നുണ്ട എല്ലാവർക്കും സംശയം തോന്നും. എല്ലാത്തിനും മുൻപന്തിൽ തന്നെ നീയും ഉണ്ടായിരിക്കണം. അറിയാലോ ഞാൻ വന്നോളാം, ചേച്ചി പൊക്കോളാൻ പറയണം. ഇങ്ങനെ നയനെ പോയി കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നന്ദു ഇരിക്കുക. കല്യാണത്തിന് പോണോ അതോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരികെ പോണോ, എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയപ്പെട്ട് നന്ദു ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഉപേന്ദ്രം വരുമോ, ഇനി ഉപേന്ദ്രം വന്ന് കല്യാണം മുടക്കുമോ എന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാട്ടോ. ഉറപ്പായിട്ട് ഉപേന്ദ്രം വരും, കല്യാണം മുടക്കാൻ തന്നെ വരും. പക്ഷെങ്കിൽ അവിടെ നന്ദു രക്ഷിക്കുമോ എന്നറിയത്തില്ല. ഇനിയിപ്പം അനാമികയുടെ ജീവിതം എന്തായി തീരും നമുക്ക് കണ്ടറിയാം. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.